കോൺഗ്രസിനെ ധിക്കരിച്ച് കേന്ദ്ര സർക്കാരിന്റെ വിദേശ പര്യടന സംഘത്തിനൊപ്പം പോയതിനെ എതിർത്ത് പരസ്യ പ്രതികരണം നടത്തിയും വിരട്ടിയും നേരിടാനിറങ്ങിയ കോൺഗ്രസ് നേതാക്കൾക്ക് വഴങ്ങാതെ ശശി തരൂർ. കേരളത്തിലെ നേതാക്കളുടെ പ്രതികരണത്തെ വകവയ്ക്കാതെ രാഹുൽ ഗാന്ധിയെ തന്നെ ലക്ഷ്യമിട്ട് തരൂർ പ്രതികരിക്കാൻ തുടങ്ങിയതോടെ കർശന നടപടിയിലേക്ക് കടക്കാൻ ആലോചിക്കുകയാണ് KPCC. നിലമ്പൂർ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലുടൻ ഹൈക്കമാൻഡിന് പരാതി നൽകും. രാഹുൽ ഗാന്ധി ഓപ്പറേഷൻ സിന്ദൂർ വാദങ്ങളെ അമേരിക്കയിൽ വെച്ചാണ് തരൂർ തള്ളിപ്പറഞ്ഞത്. കീഴടങ്ങാൻ മോദിയോട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആവശ്യപ്പെട്ടെന്നും അങ്ങനെയാണ് പാകിസ്ഥാനെതിരായ ഓപ്പറേഷൻ സിന്ദൂർ അവസാനിപ്പിച്ചതെന്നുമാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. ഈ വാദം തള്ളിയ ശശി തരൂർ ഇന്ത്യ പാക് സംഘർഷത്തിൽ മധ്യസ്ഥനാകാൻ ആരോടും ആവശ്യപ്പെട്ടില്ലെന്നും വ്യക്തമാക്കി. നേരത്തെ ഇംഗ്ലീഷ് പത്രത്തിൽ എഴുതിയ ലേഖനത്തിലും രാഹുലിനെതിരെ പരാമർശമുണ്ടായിരുന്നു. രാഹുൽ ഗാന്ധി രാഷ്ട്രീയ ചരിത്രം പഠിക്കണമെന്നും പ്രതികരിക്കുന്നത് ചരിത്രബോധത്തോടെ വേണമെന്നുമായിരുന്നു വിമർശനം. VD സതീശന്റെ നേതൃത്വത്തിലുള്ള കേരളത്തിലെ പാർട്ടിയിൽ നിന്ന് നീതി കിട്ടില്ലെന്ന് വിശ്വസിക്കുന്ന തരൂർ തന്റെ കഴിവ് ഉപയോഗിക്കാത്ത നേതൃത്വമാണ് കോൺഗ്രസിലെന്നും UDF തുടർച്ചയായി മൂന്നാമതും പ്രതിപക്ഷത്തിരിക്കുമെന്നും പ്രതികരിച്ചു. തരൂർ BJPയിലേക്ക് നേരിട്ട് തൽക്കാലം പോകില്ലെന്നാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ കണക്കൂട്ടൽ. തരൂരിന്റെ ലക്ഷ്യം ഇപ്പോൾ വിദേശകാര്യ ഉന്നത സ്ഥാനവും 2027 ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖറിന്റെ കാലാവധി അവസാനിച്ചാൽ ആ കസേരയുമാണ്. തിരുവനന്തപുരം ലോക്സഭാ സീറ്റിൽ ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകുമെന്ന് രാജീവ് ചന്ദ്രശേഖരൻ അടുത്ത വൃത്തങ്ങളിൽ സൂചന നൽകിയതും കോൺഗ്രസ് നേതാക്കളുടെ സംശയത്തെ ബലപ്പെടുത്തുന്നു. മോദി നിർദ്ദേശിച്ച സംഘത്തിന്റെ തലവനായി തരൂർ വിദേശത്ത് പോയതും നിരന്തരം രാഹുൽ ഗാന്ധിയെ എതിർക്കുന്നതും അംഗീകരിക്കാനാകില്ലെന്നാണ് കോൺഗ്രസ് നിലപാട്. ദേശീയ തലത്തിൽ മാത്രമല്ല കേരളത്തിലും തരൂരിനെതിരെ നീക്കം ശക്തമായിരുന്നു. വിദേശ പര്യടന സംഗമത്തിൽ ഉൾപ്പെടുത്തിയ കേന്ദ്ര സർക്കാർ നടപടിയെ ന്യായീകരിച്ച ശശി തരൂരിനെതിരെ തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ മുന്നിൽ നിർത്തി കോൺഗ്രസ് നടത്തുന്ന ആക്രമണം ബോധപൂർവം. KPCC അച്ചടക്ക സമിതി ചെയർമാൻ എന്ന ലേബലിലാണ് തരൂർ വിരുദ്ധർ തിരുവഞ്ചൂരിനെ രംഗത്തിറക്കിയത്. ഒറ്റപ്പെടുത്തി ഒഴിവാക്കാനാണ് നീക്കം. പ്രവർത്തക സമിതി അംഗത്തെ സംസ്ഥാന നേതാക്കൾ വിമർശിക്കുന്നത് ശരിയല്ലെന്ന അഭിപ്രായം ചിലർക്കുണ്ട്. പ്രവർത്തക സമിതി അംഗമാണെങ്കിലും തരൂരിന് ആ പരിഗണന KPCC നൽകാറില്ല. K സുധാകരനെ KPCC പ്രസിഡന്റ് സ്ഥാനത്തു നിന്ന് ഒഴിവാക്കിയതിന്റെ സങ്കീർണത പാർട്ടിക്കുള്ളിൽ നിലനിൽക്കുമ്പോഴാണ് തരൂരിന്റെ പേരിൽ പുതിയ പ്രശ്നങ്ങൾ. നേതൃത്വങ്ങൾക്ക് പുറമെ പ്രവർത്തകരിലും ഭിന്നത മൂർച്ഛിച്ചു. നേതാക്കൾ പലരും KPCC ആസ്ഥാനത്ത് എത്തുന്നില്ല.